ആര് വാങ്ങിക്കൊടുത്തന്ന് ചോദിക്കടാ. ഉണ്ണി വാങ്ങി തന്നാണോ മോളെ? അല്ലടാ, എന്റെ കെട്ടിയോ വാങ്ങിച്ചു കൊടുത്തതാ. മരിച്ചുപോയ നിന്റെ അച്ഛൻ. അല്ല പിന്നെ. ഉണ്ണിയേട്ടൻ വാങ്ങിച്ചു തന്നതാ അച്ഛാ. ഇപ്പൊ മോളുടെ മനസ്സ് നിറഞ്ഞതുപോലെ ഈ അച്ഛന്റെ മനസ്സ് നിറഞ്ഞു മോളെ. എന്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പി. ഇന്നത്തെ ദിവസം ഉണ്ണിക്കുട്ടന് നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. ഒരു കൈച്ചെയിനെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അതിനിപ്പോ ഉണ്ണിക്കുട്ടന്റെ പിറന്നാളിന് വാങ്ങിച്ചു കൊടുക്കാമേ. അല്ല മോളെ, ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ എന്നാ? അത് ജൂൺ മാസത്തിലോ മറ്റോ ആണെന്നാ പറഞ്ഞത്. മറ്റേയാളുടെ പിറന്നാള് വൃശ്ചികത്തിലാ. വൃശ്ചികത്തിലെ കാർത്തികയ്ക്ക്. അതിത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കാനേ ഒരു കാര്യമുണ്ട് മുത്തശ്ശി. അന്നത്തെ ദിവസം അയാൾക്ക് അപകടം ഉണ്ടായത്. അയാളുടെ അച്ഛനൊപ്പം അമ്പലത്തിൽ പോയിട്ട് പോകുമ്പോ. എടാ പ്രതാപ, അപ്പോഴവനെ എത്ര ഭാഗ്യം കെട്ടവനാന്ന് ഓർത്തു നോക്കി. അവന്റെ പിറന്നാൾ ദിവസം തന്നെ അവന്റെ അരയും പണി മുടക്കി അവന്റെ അച്ഛനും പോയി. അതിന്റെ കൂടെ അല്ലേ ഇപ്പൊ ജനിച്ചപ്പോ തന്നെ അച്ഛനെ കൊന്നൊരുത്തി അവന്റെ ഭാര്യയായിട്ട് പോയിരിക്കുന്നേ. അതുകൊണ്ട് മോള് പേടിക്കണ്ട. സ്വത്തും പണവും ഒക്കെ അവൻ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലും ശരി, അതൊക്കെ പോകെ പോകെ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വന്നു ചേരും. അങ്ങനെ വന്നേ പറ്റൂ. എന്താടാ പ്രതാപ? പിന്നല്ലാതെ. അപ്പോഴേ ഉണ്ണിക്കുട്ട ഇതൊക്കെ തന്നതല്ലേ, ഞാൻ അവനെ സന്തോഷിപ്പിക്കുന്ന രണ്ട് വർത്താനം ഒന്ന് പറയട്ടെ. ചെല്ല് ചെല്ല്. ആഹാ, ലക്ഷ്മി എത്തിയല്ലോ. അയ്യോ അല്ല, മഹി. എന്നാലേ നിന്റെ കാഴ്ച മങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരട്ടെ മോളെ. ഇവളത് കണ്ടില്ലല്ലോ. ഇല്ല. സൂക്ഷിച്ചു നോക്ക്. ലോ, അതാണ് ഡയമണ്ട് നെക്ലസ്. പുഞ്ചിരിക്കുമ്പോഴും മനസ്സെരിയുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അവളുടെ വിചാരം അവൾക്ക് മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂന്നാ. ആ കാലവയ്യാത്തവൻ വന്നില്ലേ? അച്ഛാ, എന്നെ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ കണ്ണേട്ടന്റെ വൈകല്യത്തെ ഉയർത്തിക്കാട്ടി സംസാരിക്കരുത്. ഉയർത്തിക്കാട്ടി സംസാരിക്കരുതെന്ന് നീ പറഞ്ഞത് ശരിയാ. അതുകൊണ്ടാണ് താഴ്ത്തിക്കെട്ടി സംസാരിച്ചത്. മുഖമൊക്കെ ചുമന്നു തൊടുത്തു. ഇവളിപ്പോ നമ്മുടെ കൺട്രോളിലല്ലോ അമ്മേ. അതുകൊണ്ട് ചിലപ്പോ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞു വരും. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. കേക്ക് മുറിക്കുന്നൊക്കെ കണ്ടേച്ച് പോയിക്കോട്ടെ. നിന്നോട് ഞാനും പ്രതാപനും ഒക്കെ മര്യാദയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. നീയെ മോള് ജനിച്ചത് പിന്നെ മോളുടെ ദാസിയായിട്ടാ കഴിഞ്ഞിരുന്നത്. ഇനിയിപ്പൊ നിന്റെ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് നീ അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നീ ഒരമ്മയാകണം. ആർക്ക്? മോൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. മോളെ 1, 2, 3 ഒക്കെ പ്രസവിച്ചു കഴിയുമ്പോ അതിലൊരു കുഞ്ഞിനെ എടുത്തു വളർത്തണം. നിനക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാ ഞാനാ കുഞ്ഞുങ്ങളുടെ വല്യമ്മയല്ലേ മുത്തശ്ശി? അപ്പൊ പിന്നെ അവരെന്റെ മക്കളല്ലേ? മക്കളാണ്. അപ്പോ വീൽ ചെയറിലിരിക്കുന്ന വലിയച്ഛൻ, അവനും ആ കുഞ്ഞുങ്ങൾ മക്കളാണ്. അപ്പോഴേ രണ്ടാൾക്കും ആ കുഞ്ഞിനെ താരാട്ട് പാടാൻ പറ്റുമല്ലോ. വീൽ ചെയറിൽ ഇരിക്കുന്നവനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലെങ്കിലും മടിയിലേക്ക് കുഞ്ഞിനെ എടുത്തു കൊടുത്താൽ മതി. അതിനെ ലാളിക്കാൻ പറ്റില്ലേടി. അവന് കൈക്കൊക്കെ നല്ല സ്വാധീനമല്ലേ. അവളുടെ മുഖത്ത് ദേഷ്യം കണ്ടില്ലേ? ഇപ്പൊ പഴയതുപോലെ കണ്ണീരൊന്നും വരത്തില്ല. അയാളുടെ കൂടെ കൂടിയതിനു ശേഷം കരച്ചിലൊക്കെ ഇവള് മറന്നുപോയി. ഞാൻ എന്തിനാ കരയുന്നത്? ഇത്തരം കുത്തുവാക്കുകളൊക്കെ ഞാൻ ഓർമ്മ വെച്ച നാളെ മുതൽ കേൾക്കുന്നതാ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കണ്ണേട്ടന്റെ മുമ്പിൽ വെച്ച് ഇതുപോലെ സംസാരിക്കുന്നത് വലിയ വിഷമാ. ഇന്നേ വരെ കണ്ണേട്ടൻ മനഃപൂർവ്വം ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇല്ലേ? അയാളെ വേദനിപ്പിക്കുക മാത്രല്ല, എന്റെ നെഞ്ചത്താഞ്ഞടിക്കുക ചെയ്തത്. എന്റെ കൺമുന്നിലൂടെ നിന്നെ അയാൾ ഫിനാൻസിയേഴ്സിലേക്ക് കൊണ്ടുപോയപ്പോ എന്റെ കണ്ണീന്ന് കണ്ണീരല്ലടി, ചോരയാ വന്നത്. ഒന്ന് പയ്യെ പറമോളെ. എന്തായാലും വിരുന്നിന് വന്നതല്ലേ, ആ മുടിഞ്ഞവൻ ഇതൊന്നും കേക്കണ്ട. മോളു അകത്തോട്ട് എന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങ്. ക്യാമറയിൽ ഇതൊക്കെ പകർത്താനുള്ളതല്ലേ. ഇവളുടെ അമ്മ ഉൾപ്പെടെ എല്ലാരും അത് കാണട്ടെ മോളെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.